നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ഒപ്പമുള്ളവർ നിന്നെ തള്ളിക്കളയുന്ന സ്ഥാനത്ത്, അല്ലെങ്കിൽ നീ ഇത്ര സുബോധമില്ലാത്തവളാണോ എന്ന് ചോദിച്ച് പരിഹസിക്കുന്ന അതേ സ്ഥാനത്ത് ആ പരിഹസിച്ചവർ ദൈവപ്രവൃത്തി കാണും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രഷർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഏലി അവളോട്, നീ എത്രമാത്രം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. നീ എത്രത്തോളം സുബോധമില്ലാത്തവളായി ഇവിടെ ആയിരിക്കും. ചോദ്യം ഏലി എന്ന മഹാപുരോഹിതനിൽ നിന്നാണ്. ചോദ്യമുയരുന്നത് ദേവാലയത്തിൽ നിന്നും. ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്ന ഭയഭക്തി ബഹുമാന ആദരവുകളോടെ പ്രാർത്ഥിക്കുകയും യാഗം കഴിക്കുകയും ചെയ്യുന്നവരുടെ മധ്യത്തിൽ സുബോധം നഷ്ടപ്പെട്ട ഒരു ഭ്രാന്തിയെപ്പോലെ, അല്ലെങ്കിൽ ലഹരി പിടിച്ചു ബോധം നഷ്ടപ്പെട്ട ഒരുത്തിയെപ്പോലെ ജൽപ്പനം ചെയ്യുന്ന ഒരു സഹോദരി, എന്നെ കേൾക്കുന്ന സിസ്റ്റർ, നിന്നെക്കുറിച്ചാണ് പറഞ്ഞേ. പ്രിയ മാതാവേ, നിന്നെക്കുറിച്ചാണ്. പ്രിയ ബ്രദർ, നിന്നെക്കുറിച്ചാണ്. സുബോധമില്ല. അതുപോലെ തന്നെ അയ്യോ ഇവക്ക് ഭ്രാന്താണോ ഒപ്പമുള്ളവർ ചോദിക്കുന്നുണ്ട്. നീ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവർ തന്നെയാണ് പലപ്പോഴും ചോദിക്കുന്നത്, ഈ അമ്മയ്ക്ക് ഭ്രാന്താണോ, ഇവക്ക് വേറെ വേലയൊന്നുമില്ല ഏത് സമയത്തും. അച്ചടി ശൈലിയിലുള്ള വാക്കുകളും ഭാഷയും ഒന്നും പുറത്തു വരുന്നില്ല. ചിലപ്പോൾ ഗദ്ഗതമാണ്, ചിലപ്പോൾ കരച്ചിലാണ്, ചിലപ്പോൾ അലർച്ചയാണ്. ഭ്രാന്താണ്, ചിന്തിച്ചാൽ ഭ്രാന്താണ്. അതേ അവസ്ഥയിലാണ് ആ സഹോദരിയുടെ പേര് ഹന്ന. കാരണം എന്താണ്? അവൾക്കൊരു തലമുറയില്ല. തലമുറയില്ലാത്തതിൻ്റെ സങ്കടം തലമുറയുള്ള വേറൊരുത്തിയിലൂടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതെ, നിൻ്റെ സങ്കടം അതാണ്. ജോലിയില്ലായ്മയുടെ പ്രശ്നം ജോലിയുള്ളവരിലൂടെ. അവർക്ക് വരുമാനമുണ്ട്, അതുകൊണ്ട് എന്തും പറയും. അതെല്ലാം വരുമാനമില്ലാത്ത നീ കേൾക്കണം, തലകുനിച്ച് നിൽക്കണം. ആ വീട്ടിനകത്തൊരു പട്ടിയെപ്പോലെ ഒരടിമ. അയ്യോ, നശിച്ച ജീവിതം. പലപ്പോഴും സങ്കടമല്ലേ, എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്നോർത്ത് വിഷമിക്കേണ്ട. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന സഹോദര കേൾക്ക്, കർത്താവ് നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ പോകുന്നു. താങ്ക് യു ലോർഡ്. ചിലതില്ലാത്തത് വലിയ സങ്കടത്തിന് കാരണമായി. അല്ലേ മാതാവേ, നിൻ്റെ മക്കൾ പറയുക, അമ്മ എനിക്കിനി എത്ര ദിവസം പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചാകും. എങ്കിൽ പോലും നിനക്ക് വിളിക്കാനുള്ള ധൈര്യമില്ല, മോളിഞ്ഞ് വായെന്ന് പറയാനുള്ള ധൈര്യമില്ല. കാരണം അത്രമാത്രം ചിലവഴിച്ച് അവളെ കെട്ടിച്ചു വിട്ടതാ. ഇനി അവളൊരു ബാധ്യതയാണ്. കാരണം എന്താ? അവൾക്ക് മക്കളില്ല. കേൾക്ക്, അവൾക്കൊരു ഉദരഫലത്തെ നൽകി കർത്താവ് മാനിക്കുവാൻ പോകുക. അനുഗ്രഹിക്കപ്പെട്ട തലമുറ. വിവാഹം കഴിഞ്ഞ് ചില വർഷങ്ങളായി മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നൽകി സ്വർഗം മാനിക്കുവാൻ പോകുകയാണ്. വാടക വീട് ഒരു ശാപമാണ്. ആമേൻ. പലരും പറയും അത് അനുഗ്രഹമാണ്, സന്തോഷമാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ ഒത്തിരി പേർ ഇത് പറയാറുണ്ട്, സ്വന്തം വീടൊന്നുമല്ല, വാടക വീടാണ് ലാഭം. എല്ലാം ലാഭനഷ്ടത്തിൻ്റെ കണക്കാണ്. എന്നാൽ വാടക വീട്ടിൽ കിടക്കുന്നവനെ അതിൻ്റെ നിരാശയും വേദനയും അറിയത്തുള്ളൂ. ആ വാടക വീടെന്ന നിൻ്റെ വേദനയ്ക്ക്, നിരാശയ്ക്ക്, നിൻ്റെ ശൂന്യതയ്ക്ക് എൻ്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുന്നു. മനോഹരമായൊരു ഭവനം തന്ന് എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ. അവൻ നീ ആഗ്രഹിച്ച ബിസിനസ്, ചില വർഷങ്ങളായുള്ള നിൻ്റെ കൊതി, നിൻ്റെ ആഗ്രഹം എൻ്റെ ദൈവം നിറവേറ്റി തരുവാൻ പോകുന്നു. അതില്ലാത്തത് കൊണ്ട് ആ ബിസിനസ് ഒന്ന് ചെയ്ത്, അല്ലെങ്കിൽ നീ ആഗ്രഹിച്ചതുപോലെ അതിനൊന്ന് ഡെവലപ്പ് ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ട് നീ അനുഭവിക്കുന്ന ആ സങ്കടം എൻ്റെ കർത്താവ് കാണുന്നുണ്ട് കേട്ടോ. ഇനി നീ സങ്കടപ്പെടുവാൻ, ഇനി നീ കരയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അപ്പോൾ ഈ സഹോദരി കരച്ചിൽ, ഹന്ന കരച്ചിൽ. അങ്ങനെ കരഞ്ഞിരിക്കുമ്പോഴാ ഒരു ആശ്വാസ വാക്ക് പറയേണ്ട പുരോഹിതൻ വന്നിട്ട് പറയുകയാണ്, നീ അഴിച്ച് വെളിവില്ലായിരിക്കുകയാണ്, ഇറങ്ങി പോടി, പോ ബോധമുള്ളപ്പോൾ പോ. പലപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ സങ്കടം അധികരിക്കുമ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കുമെന്നും ബലപ്പെടുത്തുന്നതും ചേർത്ത് പിടിക്കുമെന്നും ഒക്കെ നമ്മൾ കരുതുന്ന ആരും കൂടെ കാണത്തില്ല. അങ്ങനെയാണോ? നിങ്ങൾക്ക് തെറ്റിപ്പോയി. നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നു. നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞ്, നിങ്ങളുടെ സാഹചര്യം അറിഞ്ഞ് നിങ്ങളെ ചേർത്ത് പിടിക്കുവാനും നിങ്ങളെ നിലനിർത്തുവാനും നിങ്ങളെ ശക്തിപ്പെടുത്തുവാനും നിങ്ങൾ പ്രാപിക്കേണ്ട ദൈവത്താൽ പ്രാപിപ്പിക്കുമാറാക്കുവാനും പ്രൈസർ ഫാമിലിയെ കർത്താവ് ശക്തീകരിക്കും. അനേകരുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾ ആ വിധത്തിൽ ഉപയോഗിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും പ്രയോജനപ്പെടുത്തും. കാരണം അതുപോലുള്ള അവസ്ഥകളിലൂടെ കടന്നു വന്നവരാണ് ഞങ്ങൾ. മരണമാണ് നല്ലതെന്ന് ചിന്തിച്ചോടിയ ദിവസങ്ങളും
നിലവിളിച്ച അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ പകരുന്ന ഒരു ശക്തിയുണ്ട്, ഊർജ്ജമുണ്ട്. ആ സമയങ്ങളിലൊക്കെയും ഞങ്ങളുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ ബലഹീനതകളെ അതിജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തിയെങ്കിൽ ഞങ്ങൾക്കുറപ്പുണ്ട്. പ്രിയ ബ്രദർ, സിസ്റ്റർ, നീ ഇന്ന് കടന്നു പോകുന്ന ഈ പ്രതിസന്ധികളിൽ തകർന്നു പോകാതെ, തളർന്നു പോകാതെ നിന്നെ ബലപ്പെടുത്തുവാനും നിന്നെ ശക്തിപ്പെടുത്തുവാനും നിന്നെ നിലനിർത്തുവാനും ഞങ്ങളെ എൻ്റെ ദൈവം പ്രയോജനപ്പെടുത്തും. നീ നിലനിൽക്കും. എൻ്റെ ദൈവത്തിന് അതിന് കഴിയും. ആമേൻ. അപ്പോൾ ആ സങ്കടത്തിന് ദൈവം മറുപടി നൽകുകയാണ്. ആ കരച്ചിൽ ദൈവം മറുപടി നൽകുകയാണ്. 2-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ 6 മക്കളെ നൽകി ഹന്നയെ ദൈവം മാനിച്ചു. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചൊരു കാര്യം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലാണ്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതിന് ഏലി സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഏലിയ പറഞ്ഞ നിനക്ക് സ്വബോധമില്ലെന്ന് അവൻ തന്നെ തിരിച്ചറിയുകയാണ്. ഇവരുടെ പ്രാർത്ഥന അത് സ്വർഗത്തിലെത്തുന്ന ഒരു കാര്യമാണ്. ആമേൻ. എൻ്റെ കാതുകൾക്ക് ഇമ്പമല്ല, ഇവരുടെ പ്രാർത്ഥന, ഇവരുടെ കരച്ചിൽ, ഇവരുടെ നെടുവീർപ്പ് സ്വർഗത്തിലെത്തുന്നതാണ്. ഓ ആമേൻ, സ്തോത്രം. നിൻ്റെ പ്രാർത്ഥന ഒരുപക്ഷെ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതല്ലായിരിക്കാം. നിൻ്റെ ഉപവാസവും കരച്ചിലും നിൻ്റെ ആത്മീയ ജീവിതവും പക്ഷെ ദൈവം പ്രസാദിക്കുന്നുണ്ട് കേട്ടോ. ആമേൻ. കുറേ വർഷം തൻ്റെ ഭർത്താവ്, മദ്യപാനിയായ ഭർത്താവ് മാനസാന്തരപ്പെടാൻ വേണ്ടി ഒരു സഹോദരി പ്രൊഫസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു. ഓരോ തവണ പ്രാർത്ഥനകൾ കഴിയുമ്പോഴും ഓരോ ഇടവേളകളിലും ആ സഹോദരി വിളിച്ചിട്ട് പറയും, പാസ്റ്ററേ, എന്നെ ഇങ്ങനെ പേര് വിളിച്ച് കളിയാക്കി, ഇങ്ങനെ പരിഹസിച്ചു. ഉപവസിക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെയാണ് അവർ വിളിക്കുന്നത്. എന്നെ പറയാത്ത വാക്കുകളില്ല, എനിക്ക് ഭ്രാന്താണെന്ന് പറയുന്നു, എനിക്ക് സുബോധമില്ലെന്ന് പറയുന്നു, ഞാൻ ഈ വീട്ടിനകത്ത് കരയുന്നത് കൊണ്ടാണ് ഈ വീട്ടിനകത്ത് പ്രശ്നം തീരാത്തതെന്ന് കുടിച്ച് എൻ്റെ കണ്ണുനീരിന് കാരണമായി എൻ്റെ ഭർത്താവ് പറയുന്നു. എൻ്റെ മക്കൾ പോലും പറയുന്നു ഞാൻ അവർക്ക് വേണ്ടിയാണ് കരയുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ അമ്മ, അപ്പനെല്ലാവരും എന്നെ കുറ്റം പറയുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഭർത്താവ് മാറിയേ പറ്റത്തുള്ളൂ, എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണം. വർഷങ്ങളാണ് കേട്ടോ. പ്രൊഫസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. വലിയ ഞെരുക്കത്തിലൂടെയാണ് സഹോദരി കടന്നു പോകുന്നത്. എങ്കിലും ഉപവാസം മുടക്കത്തില്ല. തൻ്റെ അല്പത്തിൽ നിന്ന് മിഷൻ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണകാര്യത്തിന് വേണ്ടി മാറ്റിവെച്ച് പ്രൊഫസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ തുടങ്ങി. നീണ്ട വർഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ എങ്ങനെയാണ് ഉപവസിക്കുവാൻ കഴിയുന്നത്? അങ്ങനെ നിങ്ങൾക്കും അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൊഫസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും അസാധ്യമെന്ന് ലോകം വിധി എഴുതി തള്ളിയതിനെ ദൈവത്താൽ പ്രാപിക്കുവാനും അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. ആമേൻ. വർഷങ്ങൾ പരിഹാസം, കളിയാക്കലുകൾ, നിരാശ. ഇന്ന് ആ സഹോദരി മാത്രമല്ല, പ്രൊഫസർ ഫാമിലിക്കൊപ്പം ആ സഹോദരനുമുണ്ട്. ഇപ്പോഴും അവർ ഉപവാസത്തോടെ ദിവസനയിൽ എല്ലാ മാസങ്ങളിലും പ്രാർത്ഥിക്കുന്നുണ്ട്. മുമ്പ് ആ സഹോദരി തൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് ആ സഹോദരനൊപ്പം ചേർന്ന് ദൈവം ചെയ്ത പ്രവൃത്തിയെ വർണ്ണിച്ചുകൊണ്ട് സ്തോത്ര പ്രാർത്ഥനയായി ഉപവസിച്ച് ദൈവസനയിലായിരിക്കുന്നു. അതേ, നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞവർ മാറ്റി പറയുവാൻ, അവരുടെ മധ്യത്തിൽ നീ പ്രാർത്ഥിക്കുന്നവളാണെന്ന്, നിനക്കൊരു ദൈവമുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ നിനക്കും അവസരമുണ്ട്. അപ്പം മറക്കണ്ട, പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുവാനും ഉപവാസം ക്രമീകരിക്കുവാനും. ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. എല്ലാ ദിവസങ്ങളും പ്രൊഫസർ ഫാമിലിക്കൊപ്പം ചേർന്ന് വചന ധ്യാനത്തിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും ഉറ്റിരിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രൊഫസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസ പ്രാർത്ഥന, ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൊഫസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് പ്രാർത്ഥനയോടെ കടന്നു വന്ന് നോക്ക്. വിടുതലോടെ നിങ്ങൾക്ക് മടങ്ങാം. എന്നാൽ കണ്ടടച്ചോ, വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, പരിഹാസങ്ങൾ, കുത്തുവാക്കുകൾ, കളിയാക്കലുകൾ, പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരിൽ, ദൈവസനയിൽ നിലവിളിക്കുന്നതിൻ്റെ പേരിൽ, അപ്പോൾ ആ കളിയാക്കലുകൾക്കും പരിഹാസങ്ങൾക്കും കളിയാക്കിയവരുടെ പരിഹസിച്ചവരുടെ മധ്യ ഉത്തരം നൽകി സ്വർഗ്ഗം ഇവരെ അങ്ങ് മാനിക്കണമേ. ഇവരിന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറിപ്പോകട്ടെ, എല്ലാ ശൂന്യതകളും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകി മാനിക്കണമേ. തൊഴിൽ സംബന്ധമായുള്ള എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. തൊഴിലിടത്തിൽ ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ദുഷ്ടൻ്റെ പദ്ധതികളെ, മാനുഷിക പൈശാചിക പദ്ധതികളെ സ്വർഗ്ഗം അങ്ങ് തകർത്ത് ഇവരെ അങ്ങ് മാനിക്കണമേ. ഇതവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമമഹത്വത്തിനായി ഇവരെ അങ്ങ് പ്രയോജനപ്പെടുത്തണമേ കർത്താവേ. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട തൊഴിലുകളെ നൽകണമേ. പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ, ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ. കേസ് സംബന്ധമായി കോടതികൾ കയറി ഇറങ്ങുന്നവർ, പലവിധമാകുന്ന നിയമക്കുരുക്കുകളിൽപ്പെട്ടവർ അതിൽ നിന്ന് പുറത്തു വരട്ടെ. നീതി വെളിപ്പെടട്ടെ. അവകാശങ്ങൾ ഇവരിലേക്ക് തിരികെ വരട്ടെ.
ഇവരുടെ തലമുറകൾ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഉദരഫലങ്ങൾ ചൊരിക്കട്ടെ, ഭവനങ്ങൾ പണിയട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, വിവാഹങ്ങൾ നടക്കട്ടെ. എല്ലാ തടസ്സങ്ങളും കാൽവയ്ക്കുന്ന മേഖലകൾക്ക് തടസ്സമായി മനുഷ്യനും പിശാചും കെട്ടി ഉയർത്തുന്ന മതിലുകൾ യേശുവിൻ നാമത്തിൽ വീഴട്ടെ. പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ, വെല്ലുവിളികൾ മാറിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങ് ഇവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ. ഇവരിലെ രോഗികളെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ സൗഖ്യമാക്കുന്നു. എല്ലാ രോഗബന്ധനവും അഴിഞ്ഞു മാറട്ടെ. ജോലി ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ബാധിക്കുന്ന രോഗങ്ങൾ, ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ഉദരത്തിൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ ഇപ്പോൾ വിട്ടുമാറട്ടെ. എല്ലാ ഇമ്പോർട്ടൻ്റ് മാറിപ്പോകട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർ, സ്വയം തൊഴിലുകൾ ചെയ്യുന്നവർ, പ്രൈവറ്റ് ഫാമിലി ജോബുകൾ ചെയ്യുന്നവർ, ടാർജറ്റുകൾ അച്ചീവ് ചെയ്യുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ. PR ലഭിക്കട്ടെ, വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. ഇത് അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് അങ്ങ് മറുപടി തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. അവരുടെ മുൻപിൽ കളിയാക്കലുകൾക്കും പരിഹാസങ്ങൾക്കും മറുപടിയായി തീരാം. നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനുമ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരയ്ക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.